നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈസ്റ്റർ കളക്ഷൻസ് കാണിച്ചപ്പോൾ കുറേ എൻക്വയറി വന്നായിരുന്നു. വൈറ്റിൽ മാത്രമേ ഉള്ളൂ, കളേഴ്സിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് ഈസ്റ്റർ കളക്ഷന്റെ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട്. യെസ്, നമുക്ക് ആ ഒരു കളക്ഷൻസ് എല്ലാം വന്നിട്ടുള്ളത് 3 ബേസിന്റെ ഫാബ്രിക്കിലാണ്. ഒന്ന് കോട്ടയുണ്ട്, നെറ്റ് കോട്ടയുണ്ട്, പിന്നെ വൈറ്റ് ബേസിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഇത്രയധികം ഷെയ്ഡ്സ് ആണ് നമുക്ക് നെറ്റ് കോട്ടയിൽ അവൈലബിൾ ആയി വന്നിട്ടുള്ളത്. ഇതിൽ ഓരോന്നിലും സെൽഫ് ത്രെഡോട് കൂടിയ വർക്കും ഉണ്ട്, മൾട്ടി കളറിൽ വരുന്ന കളേഴ്സും ഉണ്ട്. ഫസ്റ്റത്തേൽ വന്നിട്ടുള്ളത് ഇതേപോലെ സെൽഫ് ആയിട്ടുള്ള ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ളതാണ്. ചെറിയൊരു ബോർഡർ ഫിനിഷിങ്ങും അതേപോലെ തന്നെ സ്കാറ്ററിംഗ് എഫക്റ്റും ഉണ്ട്. ഓരോ ഡിസൈനിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കൊടുക്കുന്നത്. മൾട്ടി കളറിന്റെ വർക്കും ഉണ്ട്. നമ്മൾ ഓരോ സാരീസും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നെറ്റ് കോട്ട കളക്ഷൻസിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിനിഷിംഗ് ആണ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഈ ഒരു ഫ്ലോറലിന്റെ എംബ്രോയിഡറിയുടെ സ്കാറ്ററിംഗ് എഫക്റ്റും ഉണ്ടാവും. ലേസിന്റെ തന്നെ ആ ഒരു ഫിനിഷിംഗ് ത്രെഡ് എംബ്രോയിഡറിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ കോട്ടൺ കോട്ടയിൽ വരുന്ന സാരിയുടെ കുറച്ച് കളക്ഷൻസ് നമുക്കിനി കാണാം. വെയർ ചെയ്തിരിക്കുന്ന സാരിയുടെ അതേ ഡിസൈൻസിൽ വരുന്ന 4 കളർ കോമ്പിനേഷൻ ആണ് ഇത്. സെയിം തന്നെ കളേഴ്സിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസും കൂടെ വൈറ്റ് ത്രെഡിൽ നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് കളർ ത്രെഡിന്റെ കോമ്പിനേഷനിൽ തന്നെ ഫ്ലോറലിന്റെ എംബ്രോയിഡറി ആണ് ഈ ഒരു കളക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. 5 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്.